നമസ്കാരം. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങളിൽ നടപടികളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമലംഘനങ്ങളിൽ നിയമ നടപടികൾ ഇല്ലാതെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്ന മന്ത്രിതല പരിഹാരങ്ങളാണ് മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾ ഇതിലൂടെ കുറയ്ക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പുതിയ നീക്കവുമായി തൊഴിൽ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. സ്വദേശിവൽക്കരണം നടത്തിയ മേഖലകളിൽ പ്രവാസികളെ നിയമിക്കുക, അനധികൃതമായി ജോലിയിൽ പ്രവേശിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 1000 റിയാൽ പിഴയടച്ച നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ഉത്തരവാണ് ഇപ്പോൾ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ അവസരം ഉപയോഗപ്പെടുത്താതെ അനധികൃതമായി ജോലിയിൽ തുടർന്നാൽ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിയമം ലംഘിച്ച നാട് കടത്തുന്നവർക്കുള്ള ചിലവ് തൊഴിലുടമയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനമോ ആണ് വഹിക്കേണ്ടത്. നിയമ നടപടികൾ തുടരാതിരിക്കാനും ഒത്തുതീർപ്പ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുമാണ് തൊഴിൽ മന്ത്രാലയം ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദമായി നോക്കാം. നിയമം ലംഘിച്ചവരാണ് കേസ് ഒത്തുതീർപ്പാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴയുടെ 1/4 ഭാരം അടയ്ക്കേണ്ടത് നിയമലംഘകരാണ്. മന്ത്രാലയം അഭ്യർത്ഥന അംഗീകരിച്ചു കഴിഞ്ഞാൽ പിഴ 15 ദിവസത്തിനുള്ളിൽ അടയ്ക്കേണ്ടതുണ്ട്. പണം അടച്ചില്ല എങ്കിൽ ഒത്തുതീർപ്പ് നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇനി രണ്ടാമതായി ചിന്തിക്കേണ്ടത്, ഒത്തുതീർപ്പ് അഭ്യർത്ഥന നൽകി 15 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടായില്ല എങ്കിൽ അഭ്യർത്ഥന തള്ളിയതായി കണക്കാക്കും. അടുത്ത കാര്യം, ഇരട്ടപ്പിഴ ലഭിക്കുന്ന കുറ്റങ്ങളാണ് ഒത്തുതീർപ്പ് അഭ്യർത്ഥനയ്ക്കായി നൽകുന്നതെങ്കിൽ നിയമലംഘകൻ 1000 ഒമാൻ റിയാൽ പിഴ ആദ്യം അടയ്ക്കണം. അടുത്തതായി ഉള്ളത്, പ്രവാസിക്ക് ഒത്തുതീർപ്പ് ലഭിച്ചാൽ അദ്ദേഹത്തെ നാട് കടത്തുകയും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. സ്വദേശികൾക്കുള്ള ജോലിയിൽ വിദേശികൾ ജോലി ചെയ്യുകയാണെങ്കിലോ ജോലി ഉപേക്ഷിച്ച രാജ്യത്ത് അനധികൃതമായി തുടരുകയാണെങ്കിലോ കുറ്റം ചെയ്ത തൊഴിലാളിയെ നാട് കടത്താനുള്ള ചിലവ് തൊഴിലുടമയോ കമ്പനിയോ ആണ് എല്ലാ കേസുകളിലും വഹിക്കേണ്ടത്. അതിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഒത്തുതീർപ്പ് നടപടികൾ പൂർത്തിയാക്കണമെന്നതാണ്. ചിലപ്പോൾ മന്ത്രാലയം 7 ദിവസം കൂടി കൂട്ടി നൽകിയേക്കും. എന്നാൽ പിന്നീട് സമയം നൽകുന്നതല്ല. നടപടികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറ്റത്തിൽ നിന്ന് നിയമലംഘകനെ മോചിപ്പിക്കുന്ന രീതിയല്ല ഈ ഒരു ഒത്തുതീർപ്പ്. മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായി ഉണ്ട്.